ശ്രീ ജോർജ് ജോസഫ്, അതായത് ഈ ഹിൻഡൻബർഗും ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകളുടെയും ഉദ്ദേശശുദ്ധി BJP വക്താവ് ശ്രീ BG വിഷ്ണു പറഞ്ഞതുപോലെ ഒരു ആരോപണം ഉണ്ട്. കാരണം ഇത്തരത്തിൽ വാർത്തകൾ നിർമ്മിച്ച് നിഴൽ കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ ഓഹരികൾ, പ്രധാന കമ്പനിയുടെ ഓഹരികൾ ഇടിക്കാനും എന്നിട്ട് അത് വാങ്ങിക്കൂട്ടാനും ഒക്കെയുള്ള ഉത്സുകമായ നീക്കം നടത്തുന്ന ഒരു ഏജൻസിയാണ് എന്ന ആരോപണമുണ്ട്. അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിക്കൂടെ ഇതും ഈ രണ്ടാമത്തെ വെളിപ്പെടുത്തലും? ഇതൊക്കെയാണ് അവർ പറയുന്നത്. വസ്തുതയുണ്ടോ? അത് പരിശോധിക്കണ്ടേ? യുക്തി ഇല്ലേ അതിൽ? അല്ല അജിംഷാദെ, ഈ ഞാൻ ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ BJPയുടെ കേന്ദ്ര നേതാക്കന്മാർ മുതൽ ഇന്നലെ മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് ദിവസമായിട്ട് ജോർജ് സോറോസ്. ഈ ജോർജ് സോറോസും ഹിൻഡൻബർഗുമായിട്ടുള്ള കണക്ഷൻ എന്താ? എവിടെയാണ് ഈ ഹിൻഡൻബർഗിന്റെ സൈറ്റിൽ പോയത് നോക്ക്. ഹിൻഡൻ ആളുടെ പേര് അതിനകത്ത് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് ജോർജ് സോറോസ് ആണെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങ് ഇടിഞ്ഞു പോകും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവർ അവകാശപ്പെടുന്നത് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ പോകുന്നു. ഇപ്പം ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ഇങ്ങനെ വളരെ ശക്തമായിട്ടുള്ള 7% മുകളിൽ വളർച്ച രേഖപ്പെടുത്തുന്ന, ചൈനയെക്കാളും അമേരിക്കയെക്കാളും ഒക്കെ വളർച്ച കൈവരിച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. അതിശക്തമായിട്ടുള്ളൊരു ഭദ്രമായ അടിത്തറ മോദിയുടെ നേതൃത്വത്തിലൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, 2017 രൂപീകരിച്ച ഇത്രയും വർഷം മാത്രം പാരമ്പര്യമുള്ള ഒരു ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സ്ഥാപനം വിചാരിച്ചാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഓഹരി വിപണി തകർന്നു എന്ന് പറഞ്ഞു. ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ ഓഹരി വിപണിയിൽ ചെറിയ ഇടിവുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ വലിയ തോതിൽ കൂപ്പുകുത്തി പോയില്ല. ഇന്ന് ഓഹരി വിപണിയിൽ തകർച്ച ഇല്ല, പ്രകടമായ തകർച്ചയൊന്നും. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഓഹരി വിപണിയിലുള്ള തകർച്ച അത് മാധ്യമങ്ങൾ കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്ന ഒരു വസ്തുതയുടെ പ്രതിഫലനമാണല്ലോ. ഇപ്പോൾ ഒരു വലിയ ഒരു ടൈക്കൂണായ ബിസിനസ്മാൻ ഏതെങ്കിലും ഒരു ക്രമക്കേട് കാണിച്ചു, അപ്പോൾ രാജ്യത്തിൻ്റെ ബിസിനസ് ശൃംഖല കുറഞ്ഞു പോകും, അതുകൊണ്ട് ആ കറപ്ഷനിലേക്ക് പോകേണ്ട എന്ന് നിശ്ചയിക്കാൻ പറ്റുമോ? ഇവിടെ എന്താണ് ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം? അത് പൗരന്റെ മുമ്പിൽ ബോധ്യമാക്കാനുള്ള സംവിധാനങ്ങളിലേക്കല്ലേ പോകേണ്ടത്? അദാനിയുടെ ഓഹരി ഇടിഞ്ഞാലെന്ത്, വർദ്ധിച്ചാലെന്ത്? അതല്ലല്ലോ. സിസ്റ്റത്തെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കറപ്ഷൻ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആ ആരോപണം ശരിയാണോ? ഇതല്ലേ സാർ പരിശോധിക്കേണ്ടത്? അല്ല അജിംഷാദ്, ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് തന്നെയാണ്. അതായത് ഈ ഇന്ത്യൻ ഓഹരി വിപണി കൃത്യമായിട്ടും ഇന്നലെ കാര്യങ്ങൾ മനസ്സിലാക്കി. കഴിഞ്ഞ 2023 ശേഷം കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓഹരി വിപണി 2 ദിവസവും പ്രതികരിച്ചത്. കാരണം ഇന്നും അദാനിയുടെ സ്റ്റോക്സിൽ ഇടിവുണ്ടായിട്ടുണ്ട്. കാരണം അദാനിയുടെ സ്റ്റോക്ക് സംശയാസ്പദമാണ്. അദാനി കമ്പനികളുടെ ഓഹരികളുടെ കാര്യത്തിൽ സംശയമുണ്ട്, നിഴലാണെന്ന് ഓഹരി വിപണി മനസ്സിലാക്കി അതിൻ്റെ ഓഹരി ഇടിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മറ്റ് വ്യാപകമായ രീതിയിൽ ഇടിഞ്ഞു പോകുന്നൊരു സ്ഥിതിവിശേഷത്തേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പോകുന്നില്ല. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ വിപണി കൃത്യമായി മനസ്സിലാക്കുന്നു ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അത് അദാനിയുടെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടാണ്. അദാനിയുടെ സ്റ്റോക്ക് ഇടിഞ്ഞു പോയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ പറയുന്ന വസ്തുതാപരമായ ചില കാര്യങ്ങളുണ്ട്. ഈ 2023 ജനുവരി മാസത്തിലാണ് ഹിൻഡൻബർഗിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ അവർ സെബിയെ തന്നെ ഏൽപ്പിക്കുന്നു അന്വേഷണ ചുമതല. സെബി അന്വേഷിച്ചിട്ട് പറയുകയാണ് 24 വിഷയങ്ങളാണ് അന്വേഷിക്കുന്നത്. അതിൽ 23 എണ്ണത്തിലും ഞങ്ങൾ അന്വേഷണം നടത്തി, ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതിന് അവർ പറയുന്ന വേറെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ത് കണ്ടെത്താൻ കഴിഞ്ഞു? ആർക്കാണ് ഇവരിതിനെക്കുറിച്ച് ഒരു ഇത് കൊടുത്ത്? പിന്നെ ഇവിടെ ചോദിച്ചു ഒരു കാര്യം, വ്യക്തമായിട്ടുള്ള തെളിവുകൾ. അതായത് ധവാൽ ബുച്ച് എന്ന് പറയുന്ന ഈ മാധവി പുരിയുടെ ഭർത്താവിൻ്റെ പേരിലേക്ക് Z+ലെ നിക്ഷേപം കംപ്ലീറ്റ് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അവരയക്കുന്ന മെയിലടക്കമാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഹിൻഡൻബർഗിന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ രേഖകൾ സമർപ്പിച്ച് ഇന്ത്യൻ നീതിന്യായ കോടതിയുടെ മുമ്പിൽ വാദിച്ച് ജയിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആരോപണം നേരിടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യയിലെ സംവിധാനങ്ങളാണ്.
അവരാണ് അന്വേഷിക്കേണ്ടത്. അവരന്വേഷിച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ എടുത്താൽ, അതല്ലാതെ ഹിൻഡൻബർഗിന്റെ ചുമതലയാണ്. ഹിൻഡൻബർഗ് എന്തുകൊണ്ട് ഈ രേഖകൾ കൊണ്ടുവരുന്നില്ല? ഹിൻഡൻബർഗിന് ആവശ്യമായി കിട്ടിയിട്ടുള്ള രേഖകൾ അവരുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാം. ആ റിപ്പോർട്ടിനകത്ത് അവരുടെ രേഖകളുണ്ടെന്നേ. അത് സെബിക്ക് എടുക്കാവുന്ന രേഖകളല്ലേ? നമ്മളെല്ലാവരും പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന രേഖകളല്ലേ, കാര്യങ്ങളല്ലേ. അവര് എങ്ങനെയാണ് അതിനകത്ത് കൃത്യമായിട്ട് $1 കോടി നിക്ഷേപം എടുത്തതും അത് അവർക്ക് സാലറി ആയിട്ട് കിട്ടിയതായിട്ടുള്ള സോഴ്സ് കാണിക്കുന്നത്. അതിനുശേഷം അടുത്ത ഭാഗത്ത് അവർ ഈ ലെറ്റർ അവർക്ക് അയച്ചിരിക്കുന്നു, എൻ്റെ പേരിലുള്ള ഓഹരികൾ ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടിലുള്ളത് ധവാലിന്റെ പേരിലേക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നത്. ഇതൊക്കെ പിന്നെ എന്താ? ഇതൊക്കെ എന്താ തെളിവുകളല്ലാതെ? ഇനി അത് ഹിൻഡൻബർഗിന്റെ ആളുകൾ കൊണ്ടുവന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കണമെന്ന് പറയണ അതിന്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നേരത്തെ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചു. വിനോദ് അദാനി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തില് 38 ഷെൽ കമ്പനികൾ മൗറീഷ്യസിൽ മാത്രമുണ്ട്. സൈപ്രസിലും അതുപോലെ തന്നെ UAE-യിലും കരീബിയൻ ഐലൻഡിലെ പല രാജ്യങ്ങളിലും അവർക്ക് നിഴൽ കമ്പനികളുണ്ട്. ഈ നിഴൽ കമ്പനികളെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. നിഴൽ കമ്പനികളെ കുറിച്ച് ആരാന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ നിഴൽ കമ്പനികൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നൊക്കെയാണ് ഈ സെബി കൊടുത്തിരിക്കുന്ന മറുപടി. അതിനൊരു മറുപടി കൃത്യമായിട്ട് ഹിൻഡൻബർഗ് മുഖത്തടിച്ച പോലെയാണ്. മാധവിപുരിയുടെ കണ്ണാടി നോക്കിയാ മതി, കണ്ണാടിയിൽ ഒന്ന് നോക്കിയാ മതി എന്നാണ് പറഞ്ഞത്. അതെ, കണ്ണാടിയിൽ ഒന്ന് നോക്കിയാൽ മതി. ആ പരിഹാസം ശരിയാണ്.